നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ദശാഫലങ്ങളാണ്. ഓരോ ദശകളും കടന്നു പോകുന്നതും ആ ദശകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ ഭഗവാന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അതിനെന്തൊക്കെയാണ് നിങ്ങളൊരു മുൻകരുതൽ എടുക്കേണ്ടതെന്നും ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മുൻപ് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ ഈ നമ്മുടെ ആയുർജ്യോതി എന്ന ചാനലിൽ കാണുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതാണ് വിശദമായ ഒരു വീഡിയോ. കാരണം ഓരോ ദശാഫലങ്ങളും അവരുടെ നക്ഷത്രത്തിൽ കടന്നു പോകുന്ന വഴികൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ദശാസന്ധികളിൽ അവർ എന്തൊക്കെയാണ് അതിന് മുൻകരുതൽ എടുക്കേണ്ടത്, അല്ലെ ഏതൊക്കെ ദശകൾ എത്ര വർഷമാണത് അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുന്നത്. കേതു മുതൽ ബുധദശ വരെയാണ് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. കേതുർദശയാണ് ഇവർ തുടക്കത്തിൽ ഇവർക്കുണ്ടാകുന്നത്. കേതുർ എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട്. കേതുർ എന്ന് പറഞ്ഞാൽ രാഹുവും കേതുവും ഉണ്ടായത് സൈഹികയൻ എന്ന് പറയുന്ന രാക്ഷസൻ അമൃതകുംഭം കട്ട് പുജിക്കുവാനായിട്ട് മുനിയുടെ വേഷം പൂണ്ട് ദേവന്മാരോടൊപ്പം ചെന്ന് സദസ്സിലിരുന്നു. അമരത്വം ലഭിക്കാനായിട്ട്, മരിക്കാതിരിക്കാൻ വേണ്ടി. അമൃതകുംഭം സേവിച്ചാൽ അമരത്വം കിട്ടുമല്ലോ. ദൈവങ്ങളെല്ലാം ആണല്ലോ അത് സേവിക്കുന്നത്. അപ്പോൾ അസുരന്മാർക്ക് അത് കിട്ടാൻ യാതൊരു മാർഗവുമില്ല. അപ്പം ഒരു മുനിയുടെ രൂപം പൂണ്ട് ഈ ദേവന്മാരുടെ സദസ്സിൽ പോയി ഇരുന്നു അമൃതകുംഭം ഭക്ഷിക്കാനായിട്ട്. ഇത് സൂര്യേന്ദ്രന്മാരാണ് അവിടെ നോട്ടത്തിനായി നിന്നവർ, എല്ലാത്തിൻ്റെ മേൽനോട്ടം വഹിച്ചത്. അവർക്കിത് മനസ്സിലായിട്ട് അവർ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ അറിയിക്കുകയും അദ്ദേഹം സുദർശന ചക്രം കൊണ്ട് അറുത്ത് രണ്ടാക്കി മാറ്റി, ഉടൽ തലയും രണ്ടാക്കി മാറ്റി. അപ്പോഴാണ് അമൃത് ഭുജിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അത് രാഹുവും കേതുവുമായി മാറി. അങ്ങനെയാണ് അതിൻ്റെ ആ പുരാണത്തിൽ അതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അശ്വതി നാളിൻ്റെ ജനിക്കുന്ന ആദ്യ ദശ ജന്മദശ എന്ന് പറയും. അത് കേതുർദശയാണ്. കേതുവിന് ഹേതു വേണ്ടെന്നും ഒരു ചൊല്ലുണ്ട്. ഒരു കാരണം വേണ്ട. എന്തിനും അവർക്കൊരു രോഗം ഉണ്ടാകാനും അങ്ങനെ ഓരോന്നിനും ഒരു കാരണം വേണ്ട. ഹേതു എന്ന് പറഞ്ഞാൽ കാരണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യ ദശ, അതിനോടൊപ്പം തന്നെ ആദ്യ ദശ എന്ന് പറയുന്നതാണ് ജന്മദശ. അതായത് ആദ്യ ദശയാണ് ഒരാൾ ജനിക്കുന്ന ദശ. ആ ദശാകാലം നമ്മൾ കൂട്ടുന്നത് 4 പാദങ്ങൾ നോക്കിയാണ്. ഒരു നക്ഷത്രത്തിന് 4 പാദമുണ്ട്. അത് ഞാൻ മുൻപുള്ള നക്ഷത്രങ്ങൾ പറയുന്ന വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാദത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ആദ്യത്തെ ദശ കുറഞ്ഞു വരും. 1-ാം പാദക്കാർക്കാണെങ്കിൽ മുഴുവനായി ലഭിക്കും. 2-ാം പാദക്കാർക്കാണെങ്കിൽ അരഭാഗം, 3-ാം പാദമാണെങ്കിൽ 3/4 ഭാഗം, 4-ാം പാദമാണ് 1/4 ഭാഗം. ഇങ്ങനെ കുറഞ്ഞു വരും. അത് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു ജ്യോത്സ്യരെ കണ്ടോ അല്ല ഇത് നോക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ നോക്കിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പാദവ്യത്യാസവും പാദങ്ങളും ഒക്കെ എങ്ങനെയാണ്. അപ്പോഴാണ് ആ ഗ്രഹങ്ങൾ ആദ്യ ദശ കുറഞ്ഞു വരുന്ന ഏത് ദശ എത്ര വർഷം അവർക്കത് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇതിലൂടെ നമുക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ആദ്യ ദശയ്ക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ജന്മദശയ്ക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യം ബാധകമുള്ളൂ. ബാക്കി എല്ലാ ദശകളും ആ പൂർണ്ണമായ വർഷങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ. അപ്പം ജന്മദശ മാത്രമേ ഇങ്ങനെ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ ദശകളും അതാത് വർഷത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നമ്മൾ ഒരു നക്ഷത്ര ജാതകൻ അനുഭവിക്കേണ്ടതായി വരും അതിൻ്റെ ഫലം. പിന്നെ മറ്റൊരു കാര്യം, നമുക്കൊരു പാപഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാമെന്ന് വെക്കുക. ഉദാഹരണം രാഹുർ, കേതുർ, ശനി, ഇതൊക്കെ ഒരു പാപഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ചൊവ്വ, ഇതൊക്കെ പാപഗ്രഹങ്ങളാണ്. പക്ഷെ ആ സമയത്ത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ഒരു നോട്ടം നമുക്ക് ലഭിക്കും. പാപഗ്രഹങ്ങളുടെ അല്ലാത്ത നല്ല ഗ്രഹങ്ങളുടെ നോട്ടം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കഷ്ടതകളിൽ നമ്മളെ ഭഗവാന്മാരാരും ഇട്ട് വലയ്ക്കത്തില്ല. അങ്ങനെ ഒരു കാര്യവും ഇതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യ ദശ ഇവർക്ക് കേതുർദശയാണ്. അത് 7 വർഷമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പാദവ്യത്യാസം അനുസരിച്ച് ആ ആദ്യത്തെ ദശയുടെ സമയം കുറഞ്ഞു വരും. 1-ാം പാദമാണെങ്കിൽ മാത്രം മൊത്തം അനുഭവിക്കേണ്ടി വരും. 7 വർഷം തന്നെ അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ കേതുർ ദശയിൽ ഇവർ ഓം കേതുവേ നമ എന്ന് ജപിക്കണം. ഓം കേതുവേ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. അപ്പോൾ കേതുർ ദശയിൽ ബാലാരിഷ്ടതകൾ ഉണ്ടാകാം, മാതാപിതാക്കൾക്ക് വിഷമം ഉണ്ടാകാം, സാമ്പത്തികമായിട്ട് ഞെരുക്കം ഉണ്ടാകാം. കേതുവിൽ ഇവർ ജനിച്ചു കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ അസ്വസ്ഥതകളെ, അച്ഛനും മാതാപിതാക്കൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ, കുടുംബാന്തരീക്ഷത്തിലെ ശൈഥല്യങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും. പ്രയാസം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ആദ്യ ദശയിൽ തന്നെ ഇവർ ജനിക്കുമ്പോൾ തന്നെ മിക്കവാറും ഇവർക്ക് തന്നെ ബാലാരിഷ്ടതകൾ വരും. പിന്നെ മാതാപിതാക്കൾക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വരും. അവർക്ക്
മിക്കവാറും തൊഴിൽ തടസ്സങ്ങൾ തന്നെ അവർക്ക് വരും. പിന്നെ അതോടൊപ്പം അവർ ദമ്പതികൾ തമ്മിൽ അകൽച്ച, മനപ്രയാസം, ചിലപ്പം വേർപെട്ട് ദമ്പതികൾ നിൽക്കാനും ഈ കേതുർദശയിൽ മാതാപിതാക്കൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും അമ്മാവനുമാണ് ചിലപ്പോൾ ദോഷങ്ങൾ വരുന്നത്. അല്ല സ്വന്തമായി തന്നെ ഇവർ ബാലാരിഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായി വരും. അങ്ങനെയുണ്ട്. അപ്പം കേതുവിനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓം കേതുവേ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. കേതുർ ദശയിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ചാമുണ്ടി, രക്തേശ്വരി ഇവരെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ചാമുണ്ടിയെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ് കേതുർ ദശയുടെ ദോഷം മാറാൻ. രക്തചാമുണ്ടിയെ പ്രാർത്ഥിച്ചാലും നല്ലതാണ്. രക്തേശ്വരിയെ പ്രാർത്ഥിച്ചാലും നല്ലതാണ്. ഇപ്പം കൂടുതലും ഭദ്രയുടെ ക്ഷേത്രത്തിൽ പോയാൽ മതി. ഭദ്രയുടെ അടുത്ത് പോയാലും നിങ്ങളുടെ ഈ കേതുർദശയ്ക്കൊരു ശമനം ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ആ തൊഴിൽ തടസ്സത്തിൻ്റെ അവസ്ഥകളൊക്കെയും മാറും. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ദുഃഖകാലമാണേലും സുഖകാലമാണേലും ഈശ്വര ഭജനത്തിൽ നിന്ന് ഒഴിവാകരുത്. അത് ഞാൻ പറയാൻ കാരണം ഞാനൊരു ജ്യോതിഷം നോക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്നു പോകുന്നതാണ്. അപ്പോൾ അവർ പറയും, എന്തൊക്കെ ചെയ്തിട്ടും എന്തെല്ലാം അനുഭവിച്ചിട്ട് ഇതെല്ലാം അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പല ജ്യോത്സ്യരെയും കണ്ടു, പല കാര്യങ്ങളും ചെയ്തു, പരിഹാരങ്ങൾ ചെയ്തു, ഒക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ അനുഭവം. കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ തോന്നാറില്ല, അല്ലെ നാമം ജപിക്കാൻ തോന്നാറില്ല എന്നൊക്കെ അവരെന്നോട് പറയാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ സ്നേഹമസൃണമായിട്ട് പറയും, ദുഃഖത്തിലും സുഖത്തിലും നമ്മൾ സമന്മാരായിരിക്കണം. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ക്വാളിറ്റിയാണത്, ഗുണമാണത്. അത് ജ്യോതിഷത്തിൻ്റെ മേഖലയിൽ തന്നെയല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ അത് അറിഞ്ഞിരിക്കണം. സുഖത്തിലും ദുഃഖത്തിലും സമന്മാരായിരിക്കണം നമ്മളെന്ന് പറഞ്ഞത്. അത് സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമല്ല. മഹർഷീശ്വരന്മാർ അല്ലെ അതുപോലെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയൊക്കെ ഉത്തംഗ ശൃംഗത്തിലെത്തിയവർക്ക് മാത്രമേ ആ സമത്വത്തിൽ കാണാൻ പറ്റൂ, സുഖത്തിനെയും ദുഃഖത്തിനെയും. അങ്ങനെ ഒരു നാമം തന്നെ ഹരിനാമം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ നാരായണ ജയ എന്ന്. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ. കാരണം ഇത് രണ്ടും നമ്മൾ അനുഭവിച്ച് തന്നെ, അതാണ് ജീവിതം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ തന്നെ കാണുന്നു. ആ സിനിമ കാണുമ്പോൾ നമ്മൾ തുടങ്ങുമ്പം തൊട്ടേ ദുഃഖം തന്നെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ബോറടിക്കത്തില്ലേ? അത് തുടങ്ങുമ്പം തൊട്ട് തന്നെ കുത്തും വെട്ടും പ്രശ്നങ്ങളും വയലൻസും ആണെങ്കിലും നമുക്ക് വെറുപ്പ് വരും. ഇതെല്ലാം ഇടകലർന്നൊരു സിനിമയാണെങ്കിൽ ആ സിനിമ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പം ജീവിതം അങ്ങനെ തന്നെയാണ്. ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ട് ആ സ്വച്ഛതയും സമാധാനം അനുഭവിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിഞ്ഞോ? കാര്യം ഈ ദുഃഖം നമ്മൾ അനുഭവിച്ചല്ലോ. ഈ ദുഃഖത്തിൽ സുഖവും കൂടെ നമ്മൾ സമത്തിൽ കാണണം എന്നതാ പറഞ്ഞത്. ആ സുഖം അനുഭവിക്കണമെങ്കിൽ ഈ ദുഃഖം അനുഭവിച്ചാലേ അതിൻ്റെ സുഖത്തിൻ്റെ മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ ആഴം. അല്ലാതെ ഒരേപോലെ തന്നെ ജീവിതം ഇങ്ങനെ ഒഴുക്ക് പോലും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, ഒരനക്കവും ഇല്ലാതായ എന്താ അതിനകത്തൊരു രസം? ഒരു വേവ്സ് പോലെ തന്നെ ലൈഫ് കിടക്കണം. പക്ഷെ ദുഃഖം തന്നെ വന്നാലും നമുക്ക് പറ്റില്ല പിടിച്ചു നിൽക്കാൻ. നമ്മൾ സാധാരണ മനുഷ്യരാണ്, ദൈവങ്ങളല്ല. നമ്മൾ പിടഞ്ഞു വീഴും, നമുക്ക് നിരാശ വരും, നമ്മൾ ശപിക്കും, സ്വയം ശപിക്കും, വിധിയെ ശപിക്കും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ശപിക്കും. എല്ലാ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. അത് മനുഷ്യരങ്ങനെയാണ്, മനുഷ്യ സഹജം. അമ്മയും നിങ്ങളെപ്പോലെ ഒരു ഒരു ഇതെല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എനിക്കിത് നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. കാരണം ജ്യോതിഷിയാണെന്നും പറഞ്ഞ് നമുക്കും ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ അനുഭവകാലങ്ങളൊക്കെയും നമ്മൾ അനുഭവിക്കണം. സാക്ഷാൽ ശ്രീ പരമശിവൻ തന്നെ ശനി ബാധിച്ചതും നിങ്ങളോട് ഇത്തരുണത്തിൽ ഞാൻ പറയാം. ശനി ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങേ ശനി ബാധിക്കാൻ പോവാന്ന് സാക്ഷാൽ ശ്രീ മഹാദേവനോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ശനി എന്നെ ബാധിക്കില്ലെന്ന് പറഞ്ഞു. ആ ക്ഷണം തന്നെ ശനി ബാധിച്ചു. ഭഗവാൻ ആ ക്ഷണം തന്നെ തവളയുടെ രൂപം പൂണ്ടു ശനി ബാധിക്കാതിരിക്കാൻ. പക്ഷേ ശനി അതോടൊപ്പം തന്നെ ബാധിച്ച് കഴിഞ്ഞിരുന്നു. ആ സമയം ശ്രീകോവിലിനകത്ത് ഭഗവാൻ തവളയുടെ രൂപം പൂണ്ട് ഭഗവാന്മാരെ കുളിപ്പിക്കുന്ന ഓവുണ്ടല്ലോ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ഓവ്, വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം, അവിടെ കയറി ഈ തവള രൂപത്തിൽ പൂണ്ട് ഭഗവാൻ കയറിയിരുന്നു. വെള്ളം ഒഴുകി പോകാതെ തടസ്സം വന്നപ്പം തിരുമനസ് അത് ഒരു കമ്പെടുത്തിട്ടാണ് കുത്തുകുത്തി. എന്തോ അടഞ്ഞിരിക്കുന്നുണ്ടല്ലോ, വെള്ളം പോകുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പം ഭഗവാനെ ശനി ബാധിച്ചിട്ട് അകന്നു പോയി. ആ ക്ഷണം ശനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേ ഞാൻ ബാധിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം ശനിയെ നിയന്ത്രിക്കുന്ന ഭഗവാനായ ശിവഭഗവാന് പോലും ശനി ബാധിച്ചു എന്ന് പറയുമ്പോൾ ആ ശനിയുടെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് ഇത്തരത്തിലൊരു ഉദാഹരണ രൂപത്തിൽ നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. നിങ്ങളുടെ ഈ മനസ്സിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കാൻ, ഈ അവസ്ഥകളെ ഊട്ടി ഉറപ്പിക്കാനാണ് ഞാനത് നിങ്ങളോട് ഈ തരുണത്തിൽ സംസാരിച്ചത്. പിന്നെ അടുത്തതായി ഇവർക്ക് വരുന്നത് ശുക്രദശയാണ്. അത് 20 വർഷമാണ്. ശുക്രൻ 20 എന്ന് പറയും. ശുക്രനെ സുഖിക്കാത്തവരും ആദിത്യനിൽ അലയാത്തവരും ഈ ലോകത്തിലില്ല. അപ്പം സുഖങ്ങളുടെ ഏറ്റവും ഉത്തന്നതി നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ അവർക്ക് എല്ലാവിധ നന്മകൾ, സുഖങ്ങൾ,
മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട ജോലി വീണ്ടും കിട്ടും, അല്ലെങ്കിൽ വിദേശത്ത് പോകാനിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്കത് ജോലി ലഭിക്കും. മാതാപിതാക്കളൊരു ഇൻ്റർവ്യൂവിലോ പരീക്ഷയിലോ പങ്കെടുക്കുന്നവരാണ്, അവർക്കത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കുടുംബത്തിലാണേലും ആഹ്ലാദവും സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടും. ഇവർക്ക് നല്ല ആഭരണാദികൾ, നല്ല സുഖഭക്ഷണങ്ങൾ, സുഖമായ കിടക്ക, സുഖമായ എല്ലാത്തരം സുഖങ്ങളും, എല്ലാ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വീടിന് മൂടിക്കൂട്ടും, അല്ലെ വീടില്ലാത്തവരാണ് വീട് ആ സമയത്ത് പണിയും. അങ്ങനെ എല്ലാത്തരം സുഖവും സ്വച്ഛവും സമാധാനമായ ഒരു കാലഘട്ടമായിരിക്കും 20 വർഷവും ഇവർക്ക് ലഭിക്കുക, ഈ കുട്ടിക്ക് ലഭിക്കുക. ഈ കുട്ടി ജനിച്ചു വരുന്ന ആളുടെ കാര്യമാണല്ലോ ഈ പറയുന്നത്. പക്ഷേ ആ സുഖങ്ങളെല്ലാം ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലഭിക്കുകയും ചെയ്യും. സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുജനങ്ങൾക്കൊക്കെ ഈ കുഞ്ഞിൻ്റെ സുഖത്തിൻ്റെ ഒരു അംശം അവർക്ക് ലഭിക്കും. ഇത് കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ ആ കുട്ടിക്ക് 20 വയസ്സാകുന്നവരെയാണ്, 20 വർഷമാണ് ഈ ശുക്രൻ. അപ്പോൾ ഒരുവിധം അവരുടെ പഠിപ്പ്, അവരുടെ വിദ്യാഭ്യാസ മേഖല, അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയൊക്കെയും ആകുന്ന സമയമാകും അവരുടെ പ്രായ സംബന്ധമായിട്ട് കൂട്ടി നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ആദ്യത്തേത് 7 കൊല്ലമാണ് കേതുർദശ, രണ്ടാമത്തേത് ദശ ശുക്രനാണ്, അത് 20 വർഷമാണ്. അപ്പോൾ ആ ശുക്രദശ നിങ്ങൾ മഹാലക്ഷ്മിയെ, അന്നപൂർണേശ്വരിയെ ഒക്കെയും ഭജിക്കുന്നത് നല്ലതാണ്. ഓം ശുക്രായ നമ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ആദിത്യദശയാണ്. അത് ശകല അലച്ചിലുള്ള സമയം തന്നെയാണ്. ആദിത്യൻ 6 വർഷമാണ് ആദിത്യൻ. അപ്പോൾ 6 വർഷം കുറച്ച് താപവും ചൂടും, ഈ 20 വർഷത്തെ സുഖം അനുഭവിച്ചിട്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വേവ്സ് മാതിരിയാണ് ജീവിതം കിടക്കുന്നതെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ദുഃഖങ്ങളും വരണം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലേ, അഹങ്കരിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ മതിമറന്നു പോകും. അപ്പോൾ അതിനാണ് ഈശ്വരനെ ഭജിക്കണം, ഈശ്വരനെ അറിയണം. നമ്മൾ മിതമായിട്ടും വളരെ ഒബീഡിയൻ്റായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം. അതിനാണ് ഇങ്ങനെ നമുക്ക് ഈ അവസ്ഥകളും നമുക്ക് ഇട്ടിരിക്കുന്നത്. യൂണിവേഴ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ആദ്യത്തെ ദശ കുറച്ച് അലച്ചിലും വേദനയും ഉണ്ടാകും, താപവും ചൂടും ഉണ്ടാകും, കുറച്ചൊക്കെ അസുഖങ്ങൾ, അല്ലെങ്കിൽ സകല സാമ്പത്തിക ഞെരുക്കമൊക്കെ സമയത്തും ഉണ്ടാകും. അപ്പോൾ ഈ 20 വർഷം സുഖസമയത്ത് കുറച്ചൊക്കെ നിങ്ങൾ സമ്പാദിച്ച് വയ്ക്കേണ്ടതാണ്. ഈ 20 വർഷം സുഖങ്ങൾ കിട്ടുമല്ലോ, അല്ലെ സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥകൾ വീട്ടിലുണ്ടാകുമല്ലോ, സംജാതമാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് കുറച്ച് പൈസ സമ്പാദിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അടുത്ത ദശ ഇപ്പം ഞാൻ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നുണ്ടല്ലോ. അപ്പം മുൻപേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു മുൻകരുതലെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതി വെച്ച് നമുക്ക് ആ കരുതൽ തന്നെ നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ആ 6 വർഷത്തെ ആദ്യത്തിന് 6 വർഷത്തെ അതുപോലെ ചെയ്യാം. ആദിത്യനെ നിങ്ങൾ ജപിക്കേണ്ടത് ഓം ആദിത്യായ നമ എന്ന് ജപിക്കണം. ആദിത്യായ നമ, അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആദിത്യനെ ഒന്ന് വണങ്ങുന്നത് നല്ലതാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഓം ആദിത്യായ നമ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും തുടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതേപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യന് പൂജ കഴിപ്പിക്കുന്നത് നല്ലതാണ്. ആദിത്യ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ആദിത്യ പൂജ, ആദിത്യ ഹൃദയ സ്തോത്ര മന്ത്രമുണ്ട്, അത് ജപിക്കുന്നത് നല്ലതാണ്. 101 ഉരു ജപിക്കാം, അല്ലെങ്കിൽ 11 ഉരു ആണെങ്കിലും ജപിക്കാം, സമയം തീരെ ഇല്ലാത്തവരാണെങ്കിൽ. അല്ലെ കിടക്കുന്ന സമയത്ത് ബെഡിലിരുന്നായാലും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഈ ആദിത്യനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതും ആ സമയത്ത് നല്ലതാണ്. ആദിത്യന് അലച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ആദിത്യനെ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തതായിട്ട് വരുന്നത് ചന്ദ്രദശയാണ്. ചന്ദ്രദശയിൽ കുറച്ചൊക്കെ മൗഢ്യം വരും. കാരണം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ പ്രകാശത്തിൽ ഉള്ള ഒരു ഗ്രഹമാണല്ലോ, സൂര്യനെ പോലെ അല്ലല്ലോ. വലിയ പ്രതാപശാലിയാണെങ്കിലും ചന്ദ്രൻ അങ്ങനെയാണ്, ഒരു മൗഢ്യം വരും, ഒരു മങ്ങൽ വരും. സൂര്യനെ പോലെ അത്ര ബ്രൈറ്റ്നെസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പുഷിങ് ഇവർക്ക് കൊടുക്കണം. അതൊന്ന് ഇതൊന്ന് ചെയ്തേന്ന് പറഞ്ഞ് ഈ ചന്ദ്രദശയിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടണം. അല്ല തന്നെ ഇവർക്ക് ചെയ്യാൻ മടിയായിരിക്കും. കാരണം ചന്ദ്രൻ ഒരു തണുപ്പനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു തണുത്ത രീതിയിലായിരിക്കും ഇവർ പ്രതികരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രദശയിൽ ഇവർക്ക് 10 വർഷം ചന്ദ്രദശ. അപ്പോൾ ആ 10 വർഷത്തെ ചന്ദ്രദശയ്ക്കകത്ത് ഇവർക്ക് ചെറിയ മങ്ങലും മൗഢ്യങ്ങളൊക്കെ വരാം. ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ ഒരു മൗഢ്യം വരാം, അല്ലെങ്കിൽ മേലധികാരികളുടെ ഒരു വഴക്ക് കേൾക്കാൻ ഒരു അവസരം വരാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് കുറച്ചൊരു വിഷമങ്ങൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയിലൊക്കെ ഒരു മൗഢ്യം വരാം. അപ്പോൾ ചന്ദ്രമാസേ നമ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ മാതങ്കിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ചന്ദ്രനെ പ്രാർത്ഥിക്കുക, ഓം ചന്ദ്രമാസേ നമ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ മാതങ്കിയെ പ്രാർത്ഥിക്കുന്നതും ഈ തരുണത്തിൽ നല്ലതാണ് ചന്ദ്രദശയിൽ. അപ്പം ചന്ദ്രദശ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഉത്സാഹത്തോടെ നിൽക്കുക. അല്ലെ കുടുംബാംഗങ്ങൾ, ഇപ്പോൾ ഒരു ഭാര്യയാണ്
അല്ലെങ്കിൽ ഒരു അമ്മയാണ്, അവരൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രദശയിലുള്ളവരോടൊന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന നല്ലതാണ്. എല്ലാ കാര്യങ്ങളും അതൊന്ന് ചെയ്ത് ഇതൊന്ന് ചെയ്താൽ മതി, ഒരു പുറകിൽ നിന്നൊരു ഫോഴ്സ് പതുക്കെ ഒന്ന് കൊടുത്താൽ മതി, പിന്നെ ചെയ്തോളും. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഏറ്റവും വേഗത്തിൽ ഭ്രമണം പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അങ്ങനെയുണ്ട്, ഇവർ വേഗത്തിൽ ജോലികൾ ആ സമയത്ത് ചന്ദ്രദശ ചെയ്ത് തീർക്കുകയും ചെയ്യും. ജോലികളൊക്കെ പിടിന്ന് ചെയ്തു തീർക്കും, പെട്ടെന്ന് അവർ ചെയ്തു തീർക്കും. കാര്യം ഒരു തുടങ്ങി വരാൻ ഒരു മൗഢ്യം ഉണ്ടെന്നേ ഉള്ളൂ, പിന്നെ ഓക്കെ ആവും. അപ്പോൾ അതാണ് ചന്ദ്രന് 10 വർഷം. അപ്പോൾ ആ മാതംഗിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അടുത്ത ദശ ചൊവ്വാദശയാണ്. 7 വർഷമാണ് ചൊവ്വ പിഴയെന്നും പറയും, ചൊവ്വ പുരയെന്നും പറയും. കാരണം ആ സമയത്ത് ചിലപ്പോൾ ഒരു അപവാദം ഇവർക്ക് കേൾക്കേണ്ട അവസരം ഉണ്ടാകും. മനസ്സറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ഒരു ബാങ്കിൽ ജോലിയുള്ള ഒരാളാണെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളല്ല, എന്നാലും ഒരു അപവാദം അല്ലെങ്കിൽ ഒരു പരിഹാസത്തിനൊക്കെ ഒരു പാത്രമാകും. പക്ഷെ അതോടൊപ്പം തന്നെ ആ സമയത്ത് വീടില്ലാത്തവരാണെങ്കിൽ വീട് പണി ചെയ്യും, അല്ലെ വീടിന് മെയിൻ്റനൻസ് പണി ആ സമയത്ത് അവർ ചെയ്യും ചൊവ്വാദശയിൽ. എന്നാൽ ചൊവ്വ ഒരു പാപഗ്രഹത്തിൽ പെടുന്നതാണ്. കാര്യം മനസ്സിൽ ദുഃഖങ്ങൾ, നിരാശകൾ, ആഗ്നേയ ഗ്രഹം എന്നാണ് പറഞ്ഞത്. ആഗ്നേയ ഗ്രഹം കാര്യം ഒരു എരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥകൾ വരാം, മനസ്സിൽ ഒരു എരിഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ, ചൂടും താപവും പോലൊക്കെ വരാം. കാര്യം അസ്വസ്ഥത വരും. ഒരു എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു അസ്വസ്ഥത ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം അത് ചെയ്താൽ ശരിയാകുമോ, ഇത് ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ അവർക്ക് ഈ ചൊവ്വാദശയിലുണ്ടാവും. എന്നാൽ അതോടൊപ്പം തന്നെ പറഞ്ഞല്ലോ, വീട് പണി ഇല്ലാത്തവരാണെങ്കിൽ വീട് പണിയും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും, അല്ലെ മെയിൻ്റനൻസ് എങ്കിലും അവർ ചെയ്തിരിക്കും ആ സമയത്ത് ചൊവ്വാദശയിൽ. എന്നാൽ അതോടൊപ്പം തന്നെ കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും വരാം. ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു സാഹചര്യമാണ് ചൊവ്വാദശ അനുഭവിക്കേണ്ടി വരിക. ചൊവ്വാദശ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഭജിക്കേണ്ടത്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് സുബ്രഹ്മണ്യൻ്റെ ഭജനം ചെയ്യാവുന്നതാണ്, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്, ഷഷ്ടിവ്രതം പോലുള്ള വ്രതങ്ങൾ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയും നിങ്ങൾക്ക് ആ സമയം പ്രാർത്ഥിക്കുന്നതിലാണ്. അമ്മയ്ക്ക് ചുവന്ന മാല കൊടുക്കാൻ, ചുവന്ന പട്ടുവസ്ത്രം കൊടുക്കാൻ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാം. ചൊവ്വാദശയുടെ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊവ്വാദശ നിങ്ങൾ ചെയ്യുക. ചൊവ്വാദശയുടെ ആ ദോഷം നിങ്ങൾക്ക് ലഘൂകരിക്കാൻ പറ്റും. അടുത്തതായി പറയുന്നത് രാഹുർദശയാണ്. രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. 18 വർഷമാണ് രാഹുർദശ. ആ സമയത്ത് സർപ്പദംശനം, ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാനുള്ള സർപ്പദംശനം കേൾക്കാതെ നോക്കണം, പാമ്പ് കടി കേൾക്കാതെ നോക്കണം, വിഷഭയം. ചിലപ്പം പാമ്പ് തന്നെ ദംശിക്കണം എന്നില്ല. ആ സമയത്ത് പഴുതാര, എട്ടുകാലി, ഇങ്ങനെ വിഷപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ത്വക്ക് രോഗങ്ങളുണ്ടാകാം, സ്കിൻ ഡിസീസുകളൊക്കെ ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അലർജി മുഖേന ഉണ്ടാകുന്ന സ്കിൻ ഡിസീസ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ രാഹുർദശയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം രാഹുർദശയെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ സർപ്പത്തിൻ്റെ ദംശനം തന്നെയല്ല, തൊടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം, ഒരു മങ്ങൽ, ഒരു മൗഢ്യം ഒക്കെ ഉണ്ടാകാം. പിന്നെ കുടുംബാന്തരീക്ഷത്തിൽ അസ്വാരസ്യക്കേട്, ദമ്പതികളാണെങ്കിൽ ഒരു സ്വൈര്യക്കേട്, ദമ്പതികൾ തമ്മിൽ ഒരു സ്വരച്ചേർച്ചക്കുറവ്, മക്കളും ഒക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കണം, മക്കളുമായിട്ടൊരു സ്വരച്ചേർച്ചക്കുറവ്, മക്കളൊരു അനുസരണക്കേട് കാണിക്കും. നിങ്ങൾക്കാണെങ്കിലും മനപ്രയാസം ഉണ്ടാകും. എല്ലാത്തിലും ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണാം. എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഒരു അസ്വസ്ഥത, മനപ്രയാസം. അപ്പം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റില്ല. ഗുണത്തേക്കാളേറെ ദോഷ സമയങ്ങൾ തന്നെയാണ് അവിടെ കാണപ്പെടുന്നത് കൂടുതലായിട്ട്. പക്ഷെ അടുത്ത ഗ്രഹം വരുന്നുണ്ട് നന്മയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ അധികം പെടഞ്ഞ് ദുഃഖിക്കേണ്ടതില്ല. ഈ രാഹുർദശ നിങ്ങൾ രാഹുവിൻ്റെ നാഗങ്ങൾക്ക്, നാഗരക്ഷിയമ്മ, നാഗദേവത, നാഗരാജാവ് ഇവർക്കൊക്കെ മണ്ണാറശാലയിൽ പോയിട്ട് പൂജ ചെയ്യുന്നത് നല്ലതാണ്. ആയില്യം നാളിൽ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട്, നവഗ്രഹ ക്ഷേത്രത്തിലും പോയിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നാഗങ്ങൾ തന്നെ ഇരിക്കുന്ന ക്ഷേത്രമുണ്ടല്ലോ, പാമ്പുമേക്കാവ്, മണ്ണാറശാല, അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് നാഗങ്ങളെ ആരാധിക്കാൻ നല്ലതാണ്. നാഗത്തിന് 100 പാലും കൊടുക്കാം. പാമ്പുമേക്കാവിൽ പോയിട്ട് പുറ്റും മുട്ടയും സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെയും ചെയ്യാം. നാഗാരാധന ചെയ്യാം. നാഗങ്ങളുടെ പുള്ളുവമ്പാട്ട് പാടിക്കാം. നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട്, നാഗാരാധനയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പുള്ളുവപ്പാട്ട് നാളും പേരും പറഞ്ഞ് നിങ്ങൾക്ക് കഴിപ്പിച്ചാലും ആ നാഗദോഷങ്ങൾ മാറിക്കിട്ടും. നാഗയക്ഷിയമ്മയും നാഗരാജാവിനെയും വീട്ടിൽ ഇരുന്നും പ്രാർത്ഥിക്കാമേ. ശുദ്ധവൃത്തിയോടുകൂടി നാഗരാജാവിനെ, നാഗയക്ഷിയമ്മയും ഞങ്ങൾക്ക് രാഹുറിൻ്റെ ദോഷം മാറ്റിത്തരണേ, ഒത്തിരി ഞങ്ങളെ രാഹുൽ കഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾക്ക് ജപിക്കാം. അപ്പം രാഹുവേ നമ്മ എന്ന് ജപിക്കാം. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുറിനുള്ള പൂജകൾ ചെയ്യുന്നതും ഏറ്റവും അത്യുത്തമമാണ്. അപ്പോൾ രാഹുറിൻ്റെ ആ ദോഷങ്ങളും മാറും. അടുത്ത ദശാകാലം എന്ന് പറഞ്ഞാൽ വ്യാഴദശയാണ്. അത് 16 വർഷമാണ്. ഗുണം കൂടുതലുള്ള
ഒരു അനുഭവമാണ് വ്യാഴദശ ലഭിക്കുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന്. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം നമ്മളിലേക്ക് വരും. കാര്യം സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണ്. ശ്രീ ഗുരുവായൂരപ്പനും മഹാവിഷ്ണു ഒക്കെയാണ് ഈ വ്യാഴത്തിൻ്റെ കാരകൻ. അപ്പോൾ ആ സമയത്ത് മഹാവിഷ്ണു ഭജനം ചെയ്യുക. ഈ നന്മകൾ നിലനിന്ന് പോകാൻ വേണ്ടി 16 വർഷത്തെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി വ്യാഴാഴ്ച തോറും നിങ്ങൾക്ക് ഭവനത്തിൽ നെയ്വിളക്ക് കത്തിക്കാവുന്നതാണ്. 5 തിരിയിട്ട് ഉള്ള വിളക്ക് കത്തിച്ചിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതോ വാസുദേവായ ഓം, അല്ലെ ഓം നമോ നാരായണ എന്ന് ജപിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പം വ്യാഴദശയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും, ഒരു മനസ്സിനൊരു സമാധാനം, ഒരു തണുപ്പ്, കുടുംബാന്തരീക്ഷത്തിലെ ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകും. മംഗളകാര്യങ്ങളൊക്കെയും ഗൃഹ നിർമ്മാണം, ഗൃഹ ആരംഭം, അതോടൊപ്പം തന്നെ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും ഒക്കെ ആ വ്യാഴദശ നിങ്ങൾക്ക് ലഭിക്കും. ധനധാന്യങ്ങൾക്കോ ഭക്ഷണത്തിനോ ഒന്നും ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വസ്ത്രലാഭമോ അന്നലാഭമോ ഒക്കെ നിങ്ങൾക്ക് ആ സമയത്തുണ്ടാകും. നിങ്ങളുടെ ആ ഗുണങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ കിട്ടുന്നതാണ്. കാരണം മാതാപിതാക്കൾക്ക് ലഭിക്കാം, സഹോദരങ്ങൾക്ക് ലഭിക്കാം. നിങ്ങളുടെ ആ പുണ്യം, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ പുണ്യം നിങ്ങൾക്ക് ആ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തും ആ വീട്ടിലും ഒക്കെ ആ പ്രഭാവം ഉണ്ടാകുന്നതാണ്. അപ്പം മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. കാരണം മഹാവിഷ്ണു ഉള്ളിടത്ത് മഹാലക്ഷ്മി കാണും. മഹാലക്ഷ്മിയാണല്ലോ ധനധാന്യങ്ങളുടെ ദേവത. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സമ്പന്നതയും ഉയർച്ചയും നന്മയും ഒക്കെ നിങ്ങൾക്ക് ഈ വ്യാഴദശയിൽ ഉണ്ടാകുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും മഹാവിഷ്ണുവിനെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, അഷ്ടലക്ഷ്മി മന്ത്രം ജപിക്കുക, ദേവിയമ്മയെ പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെയുള്ള പുണ്യകാര്യങ്ങൾ ചെയ്യുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക. ലക്ഷ്മി ദേവി മഹാവിഷ്ണു ഉള്ളിടത്ത് അവിടെ ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും ഉചിതവും നന്മയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വരാവുന്നതാണ്. അതേപോലെ തന്നെ ദശാകാലത്ത് നമ്മൾ നല്ല കാലത്തും അപഹാര കാലത്തും ഈശ്വര ഭജനം തീർച്ചയായും നമ്മൾ ഒരേപോലെ തന്നെ നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ദുഃഖം വരുമ്പം ഭഗവാന്മാരെ വിളിക്കാതിരിക്കുക, സുഖം വരുമ്പം മാത്രം ഭഗവാന്മാരെ വിളിക്കുക, ഇതൊരിക്കലും പാടില്ല. ദേവന്മാരെ ആയാലും ദേവിമാരെ ആണെങ്കിലും അപഹാര കാലത്തും നല്ല ദശകളുടെ കാലത്തും നിങ്ങൾ തീർച്ചയായും ഒരേപോലെ ഈശ്വരനെ ഭജിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ സുഖവും ദുഃഖവും ഒരേപോലെ ഒരേപോലെ കാണാൻ പഠിക്കണമെന്ന്. പക്ഷേ മിക്കവരും ദുഃഖകാലം ആകുമ്പോൾ ഇത് വിളിച്ചിട്ട് എപ്പോഴും മനുഷ്യന് സുഖം തന്നെ കാക്ഷിക്കുന്നവരല്ലേ, സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സുഖവും ദുഃഖവും ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് നിങ്ങളത് ബോധപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഞാൻ വീണ്ടും അത് നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. അടുത്തതായി വരുന്ന ദശ ശനിദശയാണ്. അപ്പം ശനിദശയിൽ എന്തായാലും ശനി ബാധിച്ചാൽ അറിയാമല്ലോ. പക്ഷേ ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കണം. ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഓ ശനിയാ, ശനിദശ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പം മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എല്ലാ ദശകളും ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പം 120 വർഷമാണ് ഞാനിപ്പോൾ നമ്മൾ ഈ നക്ഷത്രത്തെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 120 വർഷത്തെ ദശാകാലം വെച്ചാണ് ഗണിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മനുഷ്യ ആയുസ് എന്ന് പറയുന്ന 120 വർഷം വെച്ചാണ് നമ്മൾ ഗണിക്കുന്നത്. അതിനിടയ്ക്ക് രോഗങ്ങൾ വരാൻ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം, ഇതൊക്കെയും സംഭവിക്കാം. അപ്പം ഇപ്പം ഈ പറയുന്ന സമയത്തൊക്കെ ശനിയകദശയൊക്കെ ആകുമ്പോൾ അവർക്ക് വയസ്സ് വളരെ കൂടുതലായിരിക്കും. ഈ പറയുന്ന ജാതകന്, ഈ അശ്വതി നക്ഷത്രക്കാരായ ജാതകന് 80 വയസ്സൊക്കെ കഴിയുന്ന സമയം, 80-90 വയസ്സൊക്കെ അടുക്കുന്ന സമയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അവരുടെ ആ ഏണിംഗ് പോയിൻ്റ്, അല്ലെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെയും വീക്കാകുന്ന സമയമാണ്. അറിയാമല്ലോ, വാർദ്ധക്യം ബാധിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ഈ ദശാകാലങ്ങൾ നിങ്ങളോട് പറയുന്നെങ്കിലും ഈ ദശാകാലത്തിൻ്റെ അനുഭവം ആ കുടുംബത്തിലുള്ളവർക്ക് ഇത് ലഭിക്കും. അല്ലാതെ ജാതകന് തന്നെ ലഭിക്കണമെന്നില്ല. ജാതകൻ ആ സമയത്ത് ഒരു പക്ഷേ രോഗിയായിട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ജാതകന് തീർത്തും അവശനായിരിക്കാം, രോഗിയായ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥ, അറിയാമല്ലോ, പ്രായാധിക്യം കൊണ്ട് വാർദ്ധക്യ സഹജമായ അസുഖം മൂലമൊക്കെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രോഗിയായിട്ടിരിക്കുന്ന ഈ വയസ്സിൽ നിന്നിരിക്കുന്ന ആളെ പറ്റിയാണ് അമ്മ ഇത് പറയുന്നത്, അല്ലെ അമ്മ ജ്യോതിഷി ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാനിത് ഈ ജ്യോതിഷത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ ആ സമയത്തെ പ്രഭാവം, അല്ലെ നന്മ ചീത്ത, അതൊക്കെയാണ് ഞാനിവിടെ വെളിവാക്കുന്നത്. അതെനിക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ആ ഗുണാനുഭവങ്ങൾ പക്ഷേ ഫാമിലിയിലുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ ലഭിച്ചില്ലെങ്കിലും അവരിയ്ക്കുന്ന ആ ഭവനത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് ഈ നന്മവശങ്ങൾ ലഭിക്കുന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്.
അപ്പോൾ ആ ശനിദശയിൽ ഇവർക്ക് രോഗഗ്രസ്തമാകാൻ, രോഗാതുരത വരാം, ഒരു മറവി രോഗം പോലെ വരാം, ഒരു അസ്വസ്ഥതകൾ, ബലഹീനതകൾ, വാദസംബന്ധമായ രോഗങ്ങൾ, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള ഇവർക്ക് എപ്പോഴും ഈ കണങ്കാല്, മുട്ട് അങ്ങനെയുള്ള രോഗങ്ങൾ ഈ അശ്വതിക്കാരെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ത്രിദോഷ കോപങ്ങൾ ഇവർക്ക് വരാറുണ്ട്, സൈനസൈറ്റിസ്, മൈഗ്രെയിന്, അതേപോലെ കഫസംബന്ധമായ രോഗങ്ങൾ. മിക്കവാറും കാലിനും മുട്ടിനും ഒക്കെ രോഗമുള്ളവരായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർ. കണങ്കാല്, മുട്ട് അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ത്രിദോഷ കോപം ഉണ്ടാകാം, അലർജി മുഖേനയുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് പിടിപെടാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ ശനിയുടെ കാഠിന്യം കുറയാൻ, മറ്റുള്ള ഫാമിലിയിലെ അംഗങ്ങളെ ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റത്തില്ലെങ്കിൽ ശനി ഭഗവാന് ശനിയാഴ്ച തോറും ആ ഫാമിലിയിലുള്ള മക്കളോ അല്ലെ കൊച്ചുമക്കളോ ഒക്കെയും പോയിട്ട് അവർക്ക് ശനിയുടെ അപഹാരം കുറയ്ക്കാനുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കാം. അങ്ങനെയൊക്കെ നീലപ്പട്ട് ശാസ്താവിന് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനിയുടെ അപഹാരം കുറയാം. അതേപോലെ ഓം ശനീശ്വരായ നമ എന്ന് മക്കളോ പേരക്കിടാങ്ങളോ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോ ഇവരെ തൊട്ട് ജപിക്കുന്നതും ഇവർക്ക് ശനിയുടെ അപഹാരം കുറയ്ക്കാൻ നല്ലതാണ്. അല്ലെ രോഗിയായിട്ട് കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിനും ഒരു മാറ്റങ്ങളും കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കാനും ഈ ശനീശ്വരനെ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും. അടുത്തത് പറയാനുള്ളത് ബുധദശയാണ്. ബുധന് 16 എന്നാണ് പറയുന്നത്. ബുധദശ 16 വർഷമാണ്. അപ്പം ഈ പ്രായം കഴിഞ്ഞു പോയല്ലോ, 100 വയസ്സൊക്കെ കഴിയുന്ന സമയമാണ് ഈ പറയുന്നത്. ഒരു പക്ഷേ ആയുസിൻ്റെ വലിപ്പം ഗണിക്കുന്നത് ഭഗവാൻ ഈശ്വരന് മാത്രമേ അറിയാൻ പറ്റൂ ആയുസിൻ്റെ വലിപ്പം. പക്ഷെ നമ്മൾ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളിൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ നമ്മളതൊരിക്കലും അതിങ്ങനെ ഈ ഒരു ചാനലിൽ കൂടെ വെളിവാക്കാനോ അല്ലെങ്കിൽ അത് ചാനലിൽ കൂടെ പറയാനോ പാടില്ല. കാരണം മരണം, ജനനം അതൊക്കെ ഈശ്വര നിശ്ചയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനനം, സമയം, മരണം, ജനനം, സമയം ഇതൊക്കെ ഈശ്വര കൽപ്പിതമാണ്. അപ്പോൾ ഈശ്വരന് ആയുസ് നീട്ടിത്തരുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് നോക്കി പറയാം, അല്ലെ അത് ജ്യോതിഷപരമായിട്ട് ഗണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ ഒരു തീരാരോഗം വരാം. അതൊക്കെ നമ്മൾ ഈ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് പറയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ നമുക്ക്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇവർക്ക് പിന്നെ ലാസ്റ്റാണ് ബുധദശ വരുന്നത്. ആ ബുധദശയിൽ കുടുംബാംഗങ്ങൾക്ക് നന്മ ഒക്കെ വരും. പക്ഷെ ഇവരെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ 120 വയസ്സ് വരെയൊക്കെ അസാധ്യമാണ് ആയുസ്. അത്ര ആയുസ്സുള്ളവരെ കണ്ടിട്ടില്ല. 110, 105 വയസ്സ് വരെയൊക്കെ ഉള്ള നമ്മൾ ഇന്ന് വരെ നമ്മൾ ഞാനാണേലും മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ദയവായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം ഈ ബുധദശയിൽ നന്മയുടെ ബുദ്ധികാരകനാണ് ബുധൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഉന്നമനപരമായ കാര്യങ്ങൾ, ലോകം അറിയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും ശ്രേയസ്കരമായ അവസ്ഥ തന്നെയാണ് ബുധദശ. അപ്പം ഇത്രയാണ് എനിക്ക് ബുധദശയിൽ പറയാനുള്ളത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അശ്വതി നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ ദശയുടെ നല്ല കാലത്തും ചീത്തക്കാലത്തും നിങ്ങൾ ഒരുപോലെ ഈശ്വര ഭജനം നടത്തണം. മെയിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതിയെയാണ്. അശ്വതി നക്ഷത്രക്കാർ മെയിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, പ്രധാനമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതിയാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന്, പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഗണപതിക്ക് ഒരു തേങ്ങ അടിക്കുക, ഗണേശ മന്ത്രം ജപിക്കുക, ഗണേശ സ്തോത്രം ജപിക്കുക. ഗം ഗണപതയേ നമ എന്നാണ് ആ ഗണേശ മന്ത്രം. ഗം ഗണപതയേ നമ എന്ന് ജപിക്കുക. 108 ഉരു ജപിക്കുക, 11 ഉരു ജപിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഗണപതിയെ പ്രാർത്ഥിക്കുക. അല്ലെ ഗണപതിയുടെ ഒരു വിഗ്രഹം മേടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഗണപതിയുടെ സ്തോത്രം ഉണ്ടാകും, ഗണപതി സ്തോത്രം, അത് ജപിക്കുക. ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദൃഷ്ടി ഗണപതിയുടെ വിഗ്രഹം വാങ്ങി വെച്ച് പൂജിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ദൃഷ്ടിദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണും ദോഷം, നാവേർ ഇങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ആ ഒരു ദോഷങ്ങൾ നിങ്ങൾക്ക് മാറുന്നതാണ്. അപ്പം നിങ്ങൾ പ്രധാനമായും ഗണപതിയെ തന്നെ പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ ഭഗവാനെ കണ്ട് അങ്ങയെ പ്രാർത്ഥിക്കുക. അങ്ങയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇറക്കി വയ്ക്കുക. ഭഗവാന് ജീവിതാന്ത്യം വരെ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും കാണണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂ, പരീക്ഷ, വിവാഹം, അങ്ങനെ ഏത് മംഗളകാര്യങ്ങൾ വെക്കുമ്പോഴും ഗണപതി ഭഗവാനോട് മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം അങ്ങാണല്ലോ കന്നിമൂല ഗണപതി, എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ഭഗവാനല്ലേ. അപ്പോൾ എന്ത് തടസ്സങ്ങളാണേലും ഭഗവാൻ നിങ്ങൾക്ക് മാറ്റട്ടെ, എല്ലാം മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ആയുസ്സും ആരോഗ്യവും എല്ലാ പുണ്യങ്ങളും നിങ്ങൾക്ക് അശ്വതി നക്ഷത്രക്കാർക്കും മറ്റ് 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ഇത്തരുണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം
ഭരണി നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങളും അവരുടെ ഗുണദോഷങ്ങളും അല്ലെ അവർ ഭജിക്കേണ്ട ദൈവങ്ങളും എന്തൊക്കെ പരിഹാരങ്ങളാണ് അവർക്ക് ചെയ്യേണ്ടതെന്നും അടുത്ത ദിവസമുള്ള വീഡിയോ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.